നാടിനെ നടുക്കിയ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് കെന്നത്ത് ജോർജാണ് വിധി പറഞ്ഞത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ല എന്നും കോടതി പറഞ്ഞു. പ്രതി 20 ലക്ഷം പിഴയുമടക്കണം. ഭാവഭേദമില്ലാതെയാണ് ചെന്താമര വിധി കേട്ടത്. അതിവേഗം കുറ്റപത്രം സമർപ്പിച്ചതിന് ഡിവൈഎസ്പിയെയും സംഘത്തെയും കോടതി അഭിനന്ദിച്ചു. നീതി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു, അത് അതേപോലെ ഇതാക്കി. ഇപ്പോഴും അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. അപ്പോൾ എന്തായാലും വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. തൂക്കുകയർ കൊടുത്ത് എന്തായാലും അപ്പീൽ പോയാൽ നമ്മളും അപ്പീലിന് പോവും. ഒരാളിങ്ങനെ ഇതാക്കിയിട്ട് വെളിയിൽ വരാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നോക്കും. പിന്നെ അച്ഛൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകണില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോണതും. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. വിധി അംഗീകരിക്കുന്നില്ല എന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ജേക്കബ് മാത്യു. ഇക്ബാൽ അരക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, കേരളം നടുങ്ങിയ സംഭവമാണ്. ഒരു കൊലപാതകത്തിന് ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും ഇരട്ട കൊലപാതകം നടത്തി ഒരു നാടിനെ ആകെ ഭീതിയിലാഴ്ത്തി 2 പെൺകുട്ടികളുടെ ജീവിതത്തിന് വില പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രതി ഇപ്പോൾ ഏറ്റവും അവസാനം തൂക്കുകയറിലേക്ക്. അത് തീർച്ചയായും ഇപ്പോൾ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തൂക്കുകയർ അല്ലെങ്കിൽ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോടതിയുടെ മുമ്പിലാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് ചെന്താമരയെ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഈ വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഈ വിധി പ്രഖ്യാപനത്തിന് ശേഷം ഇപ്പോൾ ചെന്താമര ഈ കോടതിയുടെ വരാന്തയിലേക്ക് എത്തി. ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകനായിട്ടുള്ള ജേക്കബ് മാത്യുവുമായി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ പ്രതിക്ക് യാതൊരു രീതിയിലുള്ള ഭാവവ്യത്യാസങ്ങൾ കോടതിയിലും ഉണ്ടായിരുന്നില്ല. വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന് പറയുമ്പോഴും അയാൾ ഒരു പ്രതികരണങ്ങളും ഇല്ലാതെ കോടതിക്ക് അകത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഒരു കുറ്റബോധവും അയാൾക്കുണ്ടായിരുന്നില്ല. ഒരു പശ്ചാത്താപവും ആ പ്രതിക്ക് ഇന്നും കോടതിയിൽ ഉണ്ടായിരുന്നില്ല. നേരത്തെ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു പ്രതിക്ക് കുറ്റബോധം ഉണ്ട് എന്ന രീതിയിൽ. പക്ഷേ ഇന്ന് ഈ വിധി പ്രഖ്യാപിക്കുമ്പോഴും പ്രതിയുടെ മുഖത്ത് യാതൊരു രീതിയിലുള്ള ഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. ഏതായാലും നേരത്തെ ഈ കൊല്ലപ്പെട്ട സുധാകരൻ്റെയും സജിതയുടെയും മക്കൾ പറഞ്ഞതുപോലെ തന്നെ തങ്ങളുടെ രക്ഷിതാക്കൾ അനുഭവിച്ചിട്ടുള്ള മരണവേദന അത് ഈ പ്രതിയായിട്ടുള്ള ചെന്താമരയും അറിയണമെന്നുള്ളത്. ഏതായാലും ആ വേദന അല്ലെങ്കിൽ ഈ വധശിക്ഷയ്ക്ക് തന്നെ ഇപ്പോൾ കോടതി ഈ പ്രതിയെ ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ളതാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലെ കുടുംബ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു, ഒറ്റപ്പെട്ട ജീവിതങ്ങൾ കൂടുന്നു, ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്നു എന്നെല്ലാം ഈ ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി പറഞ്ഞിരുന്നു. പ്രതി മാനസാന്തരപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം കുറ്റകൃത്യത്തിന് ശേഷം പ്രതി വിഷം കഴിച്ചു എന്ന പ്രതിഭാഗത്തിന്റെ വാദങ്ങൾക്ക് തെളിവില്ല. പ്രതിക്ക് മാനസികമായിട്ടുള്ള തകരാറുകളില്ല. കൊലക്കുറ്റം തെളിഞ്ഞതിനാൽ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ നൽകുന്നു എന്നുള്ളതായിരുന്നു കോടതി പറഞ്ഞത്. മാത്രമല്ല വഴി തടഞ്ഞു നിർത്തിയതിന് 1 മാസത്തെ ജയിൽവാസവും ഇപ്പോൾ കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊലപാതകം പ്രതി തുടർച്ചയായി ന്യായീകരിക്കുകയും ചെയ്തു. പ്രതി കൊലപാതകം നടത്തുന്നതിന് വേണ്ടി വ്യക്തമായിട്ടുള്ള പദ്ധതിയും തയ്യാറാക്കിയിരുന്നു. നേരത്തെ കോഴിക്കോട് ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ സഹപ്രവർത്തകരോട് താൻ ഇത്തരത്തിൽ കൊലപാതകം നടത്തും, ഈ കൊല്ലപ്പെട്ടുള്ള സുധാകരനോട് ഉൾപ്പെടെ തനിക്ക് വൈരാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രതി ഈ സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളും സാക്ഷി തെളിവുകളും എല്ലാം കോടതിക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതി കൊലപാതകത്തിന് വ്യക്തമായി പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള കാര്യം കോടതി കണ്ടെത്തുകയായിരുന്നു. കൊലക്കുറ്റം തെളിഞ്ഞതിനാൽ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെയാണ് പ്രതിക്ക് ഇപ്പോൾ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 20 ലക്ഷം രൂപ പ്രതിയിൽ നിന്നും പിഴ ഈടാക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. പ്രതിയുടെ ഈ പോത്തുണ്ടി ബോയ് നഗറിലെ വീട് അത് ഭാര്യയുടെ പേരിലുള്ള വീടായതിനാൽ പിഴത്തുക സർക്കാർ ഈ പ്രതിയിൽ നിന്ന് പിഴത്തുക ഈടാക്കാൻ സർക്കാർ സഹായം നൽകണം എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് സംരക്ഷണം ഒരുക്കണം, സർക്കാർ സംരക്ഷണം ഒരുക്കണം എന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല സുധാകരന്റെ ഇളയ മകൾക്കും സർക്കാർ ജോലി നൽകണം. ഇനി അഥവാ പ്രതിക്ക് പരോളിൽ ഇറങ്ങാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഈ പരോളിന് പ്രതിയെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ സാക്ഷികൾക്കും ഇരകൾക്കും സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തും പോലീസിന്റെ ഭാഗത്തും ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ ഈ കേസിൽ അതിവേഗമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും പോലീസും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും നടത്തിയിരുന്നു. 58 ദിവസം കൊണ്ടാണ് പോലീസ് പ്രത്യേകിച്ച് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അതിനുശേഷം പിന്നീട് കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. പ്രത്യേകിച്ചും ശാസ്ത്രീയ തെളിവുകൾ, ലാബ് റിപ്പോർട്ടുകളെല്ലാം യഥാസമയം കോടതിയിൽ എത്തിച്ചു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിക്ക് പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ കോടതി വിധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ശിക്ഷാ പ്രഖ്യാപനത്തിന് ശേഷം പ്രോസിക്യൂട്ടർ MJ വിജയകുമാർ ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞത് കൃത്യമായിട്ട് എല്ലാ നടപടികളും സ്വീകരിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് ഈ കേസിൽ ഇത്തരത്തിൽ പ്രതിക്ക് വധശിക്ഷ നൽകിയത്. പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ.